തിരുവനന്തപുരം നെടുമങ്ങാട് കൊല്ലപ്പെട്ട 1.5 വയസ്സുകാരൻ മുൻപ് നേരിട്ട പീഡനം ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് അറിഞ്ഞിരുന്നതിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. കുഞ്ഞിന്റെ മുത്തശ്ശി ഹെൽപ്പ് ലൈനിൽ വിളിച്ച് വിവരം അറിയിച്ചിരുന്നതിന്റെ ഫോൺ ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. കുഞ്ഞിന്റെ അമ്മ അഖിലയുടെ മാതാവ് റീനയാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനെ സമീപിച്ചത്. നമുക്ക് ആദ്യം ആ ശബ്ദ സന്ദേശം കേൾക്കാം. സഹിക്കൂല സാർ, കാരണം അതിന്റെ ആ ഒരു ദയനീയ അവസ്ഥ. ഞാനും 3 മക്കളെ തെറ്റി വളർത്തിയെങ്കിലും ഇതുവരെയും എന്റെ കുഞ്ഞുങ്ങളുടെ ദേഹം പോലും മുറിയാൻ അനുവദിക്കാണ്ടാണ് ഞാൻ വളർത്തിയത്. പക്ഷെ അവള് എങ്ങനെ ഈ കുട്ടിയോട്, അവളിപ്പോ ചിലപ്പോ ഒരുപക്ഷെ അവള് അടുക്കളയിലോ എവിടെയെങ്കിലുമൊക്കെ നിന്നപ്പോഴത്തേക്ക് ആ വണ്ടിയോടുകൂടി എനിക്കിന്റെ എടുത്ത് എറിഞ്ഞതാണോ, ഇനി അവനെ അടിച്ചെടുത്തതാണോ എന്നൊക്കെ ഉള്ളൊരു സംശയം. നമ്മുടെ ചിന്താഗതിയല്ലേ, അതൊന്നും അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോ അത് നിങ്ങൾക്ക് അയാളടുത്തുള്ള ദേഷ്യങ്ങളുണ്ട് ചിലപ്പോൾ തോന്നുന്നതാണ്. ഇപ്പൊ കുട്ടി തന്നെ വീണത് തന്നെയാവാം. നമ്മൾ എന്ത് ചിന്തിക്കുക. എന്തായാലും അത് പോലീസ് ഒന്ന് അന്വേഷിക്കട്ടെ കേട്ടോ. അവരെ വിളിച്ചിട്ട് കാര്യങ്ങൾ നോക്കട്ടെ, നമ്മളത് അന്വേഷിക്കാം കേട്ടോ. MS വീണ ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി. വീണ, 1.5 വയസ്സുള്ള ആ പിഞ്ചു കുഞ്ഞ് കൊടിയ പീഡനം നേരിട്ടതിന് ശേഷമാണ് അതിന്റെ ജീവൻ പൊലിഞ്ഞത്. ഒരുപക്ഷെ ഈ മുത്തശ്ശി ഹെൽപ്പ് ലൈനിൽ വിളിച്ച ആ വിവരം പറഞ്ഞിരുന്നപ്പോൾ തക്കതായ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവനെങ്കിലും അവശേഷിക്കുമായിരുന്നു. ഇവിടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ ഭാഗത്തു നിന്നും കെടുകാര്യസ്ഥത ഉണ്ടായി എന്ന് തന്നെയാണോ അനുമാനിക്കേണ്ടത്? രോഹിണി, തീർച്ചയായും അതുതന്നെയാണ്. 1.5 വയസ്സുകാരന്റെ ക്രൂര കൊലപാതകം നടന്നതിന് പിന്നാലെ കുടുംബാംഗങ്ങളെ അടക്കം പഴി പറഞ്ഞുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. പക്ഷേ വിവരം അറിയിച്ചിട്ട് പോലും ചൈൽഡ് പ്രൊട്ടക്ഷന്റെ ഭാഗത്ത് നിന്ന് കെടുകാര്യസ്ഥതയും വീഴ്ചയും ഉണ്ടായി എന്നുള്ളതാണ് ഈ ശബ്ദ സംഭാഷണം, അതായത് ഫോണിലെ ഓഡിയോ സംഭാഷണം പുറത്തു വന്നതോടുകൂടി വ്യക്തമാകുന്നത്. ആ കുഞ്ഞിന്റെ അമ്മ അഖിലയുടെ അമ്മ റീനയാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനെ വിവരം അറിയിച്ചത്. മെയ് 3-നാണ് ഇത് സംബന്ധിച്ചുള്ള ഫോൺ സംഭാഷണം നടക്കുന്നത്. അതിന് മുൻപുള്ള ദിവസങ്ങളിലാണ് ഈ കുഞ്ഞ് സൈക്കിളിൽ വീണ് കുഞ്ഞിന്റെ 2 കൈകളും ഒടിഞ്ഞു എന്നുള്ള വിവരം ഈ അമ്മുമ്മ അറിയുന്നത്. തുടർന്നാണ് അതിൽ സംശയം തോന്നി ചൈൽഡ് പ്രൊട്ടക്ഷൻ ലൈനിലെ ഉദ്യോഗസ്ഥനോട് കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ അല്പം മുമ്പ് കേട്ട ആ ഓഡിയോ സംഭാഷണത്തിൽ മുത്തശ്ശി എടുത്തു പറയുന്നുണ്ട്, തനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ തൻ്റെ ഈ ചെറുമകന്റെ, അതായത് അഖിലയുടെ കുഞ്ഞിന്റെ അവസ്ഥ കാണുമ്പോൾ തനിക്ക് അതിയായ ദുഃഖമുണ്ട്. കുഞ്ഞിന്റെ സംരക്ഷണത്തിൽ അതിയായ ആശങ്കയുണ്ട്. മകളുടെ അറിവോട് കൂടിയാണോ ഈ സുഹൃത്ത്, അമ്മയ്ക്കൊപ്പം താമസിക്കുന്ന സുഹൃത്ത് അഷ്കർ ഇത്തരത്തിലുള്ള കൊടും ക്രൂരതകൾ കാട്ടുന്നതെന്ന് തനിക്ക് സംശയമുണ്ട്. കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു എന്നതാണ് തനിക്ക് തോന്നുന്നത്. ഈ സൈക്കിളോടോ എടുത്ത്, അതായത് സൈക്കിളിൽ ഇരിക്കുകയായിരുന്ന കുഞ്ഞിനെ എടുത്ത് നിലത്തെറിഞ്ഞതാണോ എന്ന സംശയമുണ്ടെന്നടക്കം ഈ മുത്തശ്ശി പറയുന്നുണ്ട്. പക്ഷേ ആ ചൈൽഡ് ലൈനിലെ ഉദ്യോഗസ്ഥൻ പറയുന്നത് അത് നിങ്ങളുടെ അനുമാനമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയായിരിക്കാം, പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടല്ലോ, ആ നടപടികൾ അത്തരത്തിൽ പോകട്ടെ എന്ന് ന്യായീകരിച്ചുകൊണ്ട് ആ വിഷയത്തിന് വേണ്ട പ്രാധാന്യം നൽകാതെ ആ പരാതി ഗൗരവത്തോടു കൂടി കണ്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ അന്ന് ആ ചൈൽഡ് ലൈൻ പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥൻ മറ്റുദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും ചൈൽഡ് പ്രൊട്ടക്ഷൻ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ആ കുഞ്ഞു ജീവൻ പൊലിയില്ലായിരുന്നു. കുഞ്ഞു ജീവൻ ക്രൂരതകൾ, സഹിക്കാൻ കഴിയാത്ത ക്രൂരതകൾ അനുഭവിച്ചാണ് മരണപ്പെട്ടതെന്നുള്ളതാണ് തീർത്തും കൊലപാതകം എന്നുള്ളത് തന്നെയാണ്. കാരണം ആ പോസ്റ്റ്മോർട്ടം വന്നതിന് ശേഷമാണ് കുഞ്ഞ് കൊടിയ പ്രീണനങ്ങൾക്ക് ഇരയായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുഞ്ഞ് ശരീരത്തിലാകെ 91 മുറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തലയിലടക്കം നീർക്കെട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളടക്കം പുറത്തു വന്നിരുന്നു. കൃത്യമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത്, അതായത് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായി. കുഞ്ഞിന്റെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വീട്ടുകാർക്കും പ്രതിയായ അമ്മയ്ക്കും കൊലപാതകത്തിൽ കൂടുതൽ കുഞ്ഞിനെ ഉപദ്രവിച്ച് കൊലപാതകത്തിലേക്ക് തള്ളിവിട്ട അമ്മയുടെ സുഹൃത്ത് അഷ്കറിന് മാത്രമല്ല ചൈൽഡ് ലൈനിലെ ഈ ഉദ്യോഗസ്ഥൻ കൂടി മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഉറപ്പാണ്. രോഹിണി, അതെ, ശരി വീണ. എന്തായാലും ആ പിഞ്ചു ശരീരത്തിൽ മുറിവേൽക്കാത്ത പാടുകളില്ലായിരുന്നു. അത്രമാത്രം പീഡനം നേരിട്ടാണ് ആ പിഞ്ചു കുഞ്ഞ് മരണപ്പെടുന്നത്. ഒരുപക്ഷെ ചൈൽഡ് ലൈൻ പ്രൊട്ടക്ഷൻ യൂണിറ്റിന് മുത്തശ്ശി ഈ ശബ്ദ സന്ദേശം അല്ലെങ്കിൽ ഈ ഒരു ഫോൺ കോൾ വിളിച്ച് ഈ വിവരം അറിയിച്ചപ്പോൾ തന്നെ കൃത്യമായൊരു ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് അവിടെ വീഴ്ച വരുത്തി എന്നുള്ളത് തന്നെയാണ് ഈ ശബ്ദ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. MS വീണയാണ് വിവരങ്ങൾ നൽകിയത്.